ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബ്ലൂ സ്കൈ ഹോംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീട് കോട്ടയം ജില്ലയിൽ പാലാ പൊൻകുന്നം റൂട്ടിൽ പാലാ ടൗണിൽ നിന്നും ഏകദേശം 4 കിലോമീറ്റർ ദൂരത്തിൽ ഹൈവേയിൽ നിന്ന് ഒരു 500 മീറ്റർ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന നല്ല ക്വാളിറ്റിയിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന ഒരു മീഡിയം ബഡ്ജറ്റിലുള്ള ഒരു വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങളിലേക്കാണ്. അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഇതാണ് ഹൈവേയിൽ നിന്നും വരുന്ന ഒരു ടാറിംഗ് റോഡാണ് നമ്മൾ ഈ കാണുന്നത്. ഈ പ്രോപ്പർട്ടിയിലേക്ക് മാത്രമായിട്ടുള്ള ഒരു റോഡാണത് വരുന്നത്. അപ്പോൾ ആ ടാറിംഗ് റോഡ് വന്ന് നിൽക്കുന്നിടത്ത് 2 വീടുകളാണ് ഉള്ളത്. അതിൽ ഏറ്റവും പുതിയതായിട്ട് പണി കഴിപ്പിച്ചിരിക്കുന്ന 10 സെൻറ്റ് സ്ഥലത്ത് 1450 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന നല്ല അടിപൊളി ഒരു വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വീടിൻ്റെ 4 അതിരുകളും ചുറ്റുമതിലൊക്കെ കെട്ടി നല്ല ഡിസൈനിൽ തന്നെ സ്ലൈഡിങ് ഗേറ്റൊക്കെ കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വീടിൻ്റെ മുൻപിലത്തെ ഒരു ദൃശ്യം വരുന്നത്. നല്ല വലിപ്പമുള്ള ഏത് വാഹനങ്ങളാണേലും കയറ്റിയിടാവുന്ന ഒരു വലിയ പോർച്ച്. അപ്പോൾ അതോടൊപ്പം തന്നെ ഈ മുറ്റത്ത് തന്നെ ഈ വണ്ടി തിരിക്കാനുള്ള ഒരു സൗകര്യമുണ്ട്. സ്ലൈഡിങ് ഗേറ്റ് ആയതുകൊണ്ട് നമുക്ക് ഈ റോഡ് കുറച്ചുകൂടി മുൻപോട്ട്, ഈ വീടിൻ്റെ കുറച്ചുകൂടി മുൻപോട്ടായിട്ട് ആ റോഡും പോകുന്നുണ്ട്. അപ്പോൾ അവിടെ ഇനി ഒരു വാഹനങ്ങൾ കയറ്റിയിടണമെന്നുണ്ടെങ്കിൽ ഇടാൻ പറ്റുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ വില കാര്യങ്ങളൊക്കെ പറഞ്ഞേക്കാം. എല്ലാവർക്കും സമയത്തിന് വില ഉള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കാണുക. അപ്പോൾ ഇത് 10 സെൻറ്റ് സ്ഥലത്ത് 1450 സ്ക്വയർ ഫീറ്റിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന ഒരു വീടാണ്. ഇതിന് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 56 ലക്ഷം രൂപയാണ്. ഇതിന് നെഗോഷ്യബിൾ പ്രൈസാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലോൺ ആവശ്യമുണ്ടെങ്കിൽ ലോൺ സൗകര്യം നമ്മൾ ചെയ്ത് നൽകുന്നതാണ്. അപ്പോൾ ഇതാണ് നമുക്ക് വീടിൻ്റെ ചുറ്റുവട്ടം ഒന്ന് കാണാം. എല്ലായിടത്തും ധാരാളം സ്ഥല സൗകര്യമുണ്ട്. അത്യാവശ്യം ഒരു ചെറിയ കൃഷിയൊക്കെ നടത്താൻ വേണ്ടി പറ്റുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ വീട്ടിൽ മറ്റ് വിൽപ്പന വീടുകളിലെ പോലെയല്ല, പുറത്തുകൂടെയുള്ള സ്റ്റെയർ കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു അലക്കുകല്ലും അതോടൊപ്പം തന്നെ ഒരു പൈപ്പ് കണക്ഷനും കൊടുത്തിട്ടുണ്ട്. വറ്റാത്ത, ഏത് വേനലിലും വറ്റാത്തൊരു കിണർ ഈ വീടിൻ്റെ ഒരു പ്രത്യേകതയാണ്. നമുക്ക് കിണർ കാണാം. ഇതാണ് നമ്മുടെ ഒരു കിണർ വരുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ ഒരു ഷീറ്റൊക്കെ ഇട്ട് നമുക്ക് തുണിയൊക്കെ വിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയയും കൂടെ തിരിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കിണർ. അതിൻ്റെ മുകളിലൊക്കെ വേലിയെല്ലാം പിടിപ്പിച്ചിട്ടുണ്ട്. കുട്ടികളൊക്കെ ഉള്ളവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ സുരക്ഷിതമാകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വീടിൻ്റെ വശങ്ങളൊക്കെ ആണെന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ഷെയ്ഡൊക്കെ ഇടുകയുള്ളൂ. ഇതിപ്പം നല്ല ഡിസൈനിൽ തന്നെ അതെല്ലാം ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ധാരാളം LED ലൈറ്റുകൾ, ഫാൻസി ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. വീടിൻ്റെ മുൻവശം ഇൻ്റർലോക്കാണ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു ഡിസൈനിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു വീടാണ്. അപ്പോൾ നമുക്ക് വീടിൻ്റെ അകത്തെ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ പുറത്തേത് കണ്ടു. ഇനി അകത്തെ വീഡിയോ ദൃശ്യങ്ങളാണ്. ഇത് നല്ല മനോഹരമായിട്ടുള്ളൊരു സിറ്റ് ഔട്ടാണ്. ഫാൻസി ലൈറ്റുകൾ, ഫോട്ടോ ലാമ്പെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ജനൽപ്പാളികൾ, കതകൊക്കെ വരുന്നത് തേക്കിൻ്റെ അടിയിൽ നിർമ്മിച്ചിരിക്കുന്നതാണ്. നല്ല ഡിസൈനിലുള്ള നല്ല വലുപ്പത്തിലുള്ള ഒരു കഥകാണ് നമ്മൾ ഈ കാണുന്നത്. അതോടൊപ്പം തന്നെ ഈ കാർ പോർച്ച് ഒന്നുകൂടി കാണിച്ചതെന്നു വെച്ചാൽ വലിയൊരു ഇത്ര സ്ക്വയർ ഫീറ്റ് കുറവുള്ള ഒരു വീടാകുമ്പോൾ കാർ പോർച്ച് ചെറുതാണല്ലോ എന്ന് എല്ലാവർക്കും തോന്നാം. അതുകൊണ്ടാണ് ഇതൊന്നുകൂടെ കാണിച്ചത്. വലിപ്പമുള്ള ഒരു കാർ പോർച്ച് തന്നെയാണ്. നല്ലൊരു പ്ലാനാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. ഇതാണ് നമ്മുടെ ഒരു ലിവിങ് ഹാൾ വരുന്നത്. ഇപ്പം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാം, അത്യാവശ്യം നല്ല സ്ഥല സൗകര്യങ്ങളൊക്കെ ഉള്ളത്, അത്യാവശ്യം എന്നാൽ നല്ല രീതിയിൽ തന്നെ ഇൻറ്റീരിയർ വർക്കൊക്കെ ചെയ്തിരിക്കുന്ന നല്ലൊരു ലിവിങ് ഹാള്. അവിടെ ഒരു പ്രെയർ ഏരിയയും അതോടൊപ്പം തന്നെ ഒരു TV യൂണിറ്റും കൂടിയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഫാൻസി ലൈറ്റ്, LED ലൈറ്റുകൾ എല്ലാം കൊടുത്തിട്ടുണ്ട്. നല്ല മനോഹരമായിട്ടുള്ള ഒരു TV യൂണിറ്റ്, ഒരു പ്രെയർ യൂണിറ്റ്, ഇതെല്ലാം കൂടെ ഒരുമിച്ച് നിർമ്മിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് ദൈവങ്ങളുടെയൊക്കെ ഫോട്ടോ വയ്ക്കാനും താഴെ ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട്. വിശുദ്ധ ഗ്രന്ഥങ്ങൾ കാര്യങ്ങളെല്ലാം വയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട്. അതോടൊപ്പം തന്നെ ഇതൊരു ചെറിയ പാസേജാണ്. ആ പാസേജിൻ്റെ മുകൾ ഭാഗമൊക്കെ ആണെങ്കിൽ നല്ല ഇൻറ്റീരിയർ വർക്കുകൾ, വോൾ സീലിങ്ങുകളൊക്കെ ചെയ്ത് നല്ല മനോഹരമാക്കിയിട്ടുണ്ട്.
ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ വരുന്നത്. ഡൈനിങ് ഏരിയയും അത്യാവശ്യം വലിപ്പമുള്ള ഡൈനിങ് ഏരിയ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അവിടെയും ധാരാളം ഇൻറ്റീരിയർ വർക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫാൻസി ലൈറ്റ്, LED ലൈറ്റ് മുതലായവ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നല്ലൊരു കളർ കോമ്പിനേഷനും ഇതിന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടൊരു വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ടേബിൾ ടോപ്പാണ് കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതെല്ലാം ബ്രാൻഡഡ് കമ്പനികളുടെ സാധനങ്ങളാണ്. ഈ പൈപ്പാണേലും പ്യാരി വെയറിൻ്റെ ആണ് പൈപ്പ് വരുന്നത്. അതുപോലെ തന്നെ വാഷ് ബേസിൻ വരുന്നത്, സിങ്ക് വരുന്നത് സെറ കമ്പനിയുടേതാണ്. അത് നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ആ വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ആദ്യത്തെ ഒരു ബെഡ്റൂം വരുന്നത്. മെമ്പറൻസ് ഡോറാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു റൂമാണ്. അതോടൊപ്പം തന്നെ ഇതിലൊരു 4 പാളിയുടെ ജനലാണ് ഈ റൂമിന് കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണാം, നമ്മുടെ AC യുടെ പോയിൻ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. AC ഒക്കെ ഇനിയുള്ള കാലത്ത് ചൂടൊക്കെ കൂടുന്നുണ്ട്. അപ്പോൾ AC ഒക്കെ വയ്ക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അതോടൊപ്പം തന്നെ ഇതിലൊരു 3 പാളിയുടെ കബോർഡ് കൊടുത്തിട്ടുണ്ട്. വീട് ചെറുതാണേലും ഐറ്റംസ് എല്ലാം ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന ഐറ്റംസ് എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ക്ലോസറ്റ്, അതുപോലെ തന്നെ ബാത്റൂം ഫിറ്റിങ്സുകളെല്ലാം സെറ എന്ന കമ്പനിയുടെ, ബ്രാൻഡഡ് കമ്പനിയുടെ ഐറ്റംസ് ആണ്. പൈപ്പ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ബ്രാൻഡഡ് കമ്പനികളുടെ സാധനങ്ങൾ മാത്രം ഉപയോഗിച്ച് 56 ലക്ഷം രൂപ ചോദിക്കുന്ന ഈ വീടിനും 80 ലക്ഷം രൂപയുടെ വീട് പണിയുന്ന അതേ രീതിയിൽ തന്നെയാണ് ഈ വീടും നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം കാണാം. ആദ്യത്തെ ബെഡ്റൂം കണ്ടു, ഇനിയിപ്പോൾ നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം കാണാം. ഇതിപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ തന്നെ കാണാം, 4x2 ടൈലാണ്, 12 അടി നീളം നമ്മളിപ്പോൾ തന്നെ അതിൽ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം കാണാം. നമ്മൾ ഹാളിൽ വന്നിട്ട് ഹാളിൻ്റെ ഒരു വലതുവശത്തേക്കായിട്ടാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമും അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബെഡ്റൂമാണ്. ഇതിന് 1 പാളിയുടെ ഒരു ജനലും അതോടൊപ്പം തന്നെ ഒരു 3 പാളിയുടെ ജനലുമാണ് കൊടുത്തിരിക്കുന്നത്. ഈ റൂമിലും AC യുടെ പോയിൻറ്റുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അതാണ് AC യുടെ പോയിൻ്റ് വരുന്നത്. ഇതിലും ഒരു ഡ്രസ്സിങ് ഏരിയ കൊടുത്തിട്ടുണ്ട്. അല്പം ഉള്ളിലേക്ക് മാറിയാണ് ആ ഡ്രസ്സിങ് ഏരിയ ഇരിക്കുന്നത്. ഇവിടെ ഒരു മിററൊക്കെ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ നല്ല അടിപൊളിയായിട്ട് അത് തോന്നിക്കും. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഒരു മാറ്റ് ഫിനിഷ് മോഡലാണ് തറയിൽ ഇട്ടിരിക്കുന്ന ടൈല്. ബാക്കിയെല്ലാം പച്ചവെള്ളത്തിൻ്റെ, ചൂടുവെള്ളത്തിൻ്റെ എല്ലാം ടാപ്പുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. വാൾ ടൈലുകൾക്ക് നല്ല മനോഹരമായിട്ടുള്ള വാൾ ടൈലുകളൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഷവർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. വീണ്ടും നമ്മൾ ഹാളിലേക്ക് വന്നു. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം കണ്ടു. ഇനിയിപ്പോൾ മൂന്നാമത്തെ ബെഡ്റൂം കാണാം. ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത്. മൂന്നാമത്തെ ബെഡ്റൂമിലും ഒരു കബോർഡൊക്കെ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു 4 പാളിയുടെ ഒരു ജനലാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇതൊരു കുറച്ചുകൂടി വലിപ്പം കുറവാണ്, എങ്കിലും കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ഇടയുണ്ട്. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു അലമാരയും കൂടെ വന്നിരിക്കുന്നതിൻ്റേതായ കുഴപ്പങ്ങളേ ഉള്ളൂ. അപ്പോൾ അത് നമുക്കൊരു ഉപകാരമുള്ള വസ്തു തന്നെയാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. നമ്മുടെ ഈ ചാനൽ കാണുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോപ്പർട്ടി ഏതെങ്കിലും വിൽക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും വിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ഈ വീടിൻ്റെ കിച്ചൺ കൂടി കാണാം. വീടിന് ഹോം ലോണൊക്കെ ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ ജോലിക്ക് അനുസരിച്ച് ലോൺ സൗകര്യങ്ങളൊക്കെ ചെയ്ത് തരുന്നതാണ്. നിങ്ങൾ പറയുന്ന ഏത് ബാങ്കിൻ്റെ വേണമെങ്കിലും നമ്മൾ ലോൺ അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. ഇതാണ് നമ്മുടെ ഒരു കിച്ചൺ വരുന്നത്. കിച്ചണിൽ ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള ഒരു സൗകര്യമുണ്ട്. അതോടൊപ്പം തന്നെ ഫ്രിഡ്ജ് കുത്താനുള്ള ഒരു ഏരിയ പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ടോപ്പ് വന്നിരിക്കുന്നത് ഗ്രാനൈറ്റാണ് വന്നിരിക്കുന്നത്. അതോടൊപ്പം ഇതെല്ലാം തടിയിൽ തീർത്തിരിക്കുന്ന കബോർഡുകളാണ്. ഇതിൽ ഞാൻ നോക്കിയിട്ട് ഏകദേശം ഒരു 4ഓളം ട്രേ ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. മുകളിലും അതുപോലെ തന്നെ ക്രോക്കറി സേനങ്ങളൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ. അവിടെയും ധാരാളം സാധനങ്ങൾ ഉൾക്കൊള്ളിക്കാൻ കഴിയും. ഇനി ഇലക്ട്രിക് ചിമ്മിനി വേണം എന്നുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ മുകളിൽ അതിനുള്ള സൗകര്യവും കൂടെ ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ഇതിൻ്റെ സ്ഥലത്തിൻ്റെ വിസ്തീർണം വരുന്നത് 10 സെൻറ്റ് സ്ഥലം, 1450 സ്ക്വയർ ഫീറ്റ് വീട്. ഇതിന് ചോദിക്കുന്ന വില 56 ലക്ഷം രൂപ മാത്രമാണ്. നെഗോഷ്യബിൾ പ്രൈസാണ്. ഈ ഒരു ഭാഗം നമ്മൾ ഷീറ്റിട്ടെടുത്തിരിക്കുന്നതാണ്. പുറത്തും ഒരു ടാപ്പിൻ്റെ കണക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇനിയിപ്പോൾ രണ്ടാമത് തുണി വിരിക്കാനൊക്കെ ആയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ചെറിയ ജോലികളൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ വിറകടുപ്പ് നമുക്ക് സെറ്റ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ളൊരു സൗകര്യം നമുക്ക് അവിടെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പുതിയ പുതിയ വീഡിയോകൾ ഇനിയും വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക, അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക വീഡിയോകൾ. അപ്പോൾ വീടിൻ്റെ പുറത്തെ ദൃശ്യങ്ങളൊന്നും കൂടി നിങ്ങളെ കാണിച്ചിട്ട് നമ്മൾ വീഡിയോ നിർത്തുകയാണ്. അപ്പോൾ ഉടൻ തന്നെ പുതിയൊരു വീഡിയോയുമായി നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഹൈവേയിൽ നിന്ന് വരുന്ന റോഡ്. ആ റോഡ് വന്ന് നമ്മുടെ വീട് കൊണ്ട് അവസാനിക്കുകയാണ്. അപ്പം നല്ല ഈ മനോഹരമായിട്ടുള്ള ഈ വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുക, നിങ്ങളെ കൊണ്ടുപോയി കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ബൈ.